നമസ്കാരം പ്രിയപ്പെട്ടവർ, ഈ വാർത്ത ഫുട്ബോൾ അറിയാവുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ഈ വേൾഡ് കപ്പ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ വേൾഡ് കപ്പിലെ ഓരോ കളിക്കാരെയും ഓരോ ടീമിനെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ളവർ ഇത് കാണരുത്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആയി പോകും. ഞാനിത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, എന്നെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടി, ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവമായി ലോകകപ്പ് ഫുട്ബോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ നമുക്ക് ഈ കാലത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതുവരെ സംഭവിച്ചത് എന്താണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൈമാറുന്നത്. അതുകൊണ്ട് ഫുട്ബോൾ പണ്ഡിതന്മാർ ഇത് കാണരുത്, കേൾക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമാണ് ഫുട്ബോൾ നടക്കുന്നത്, കൂടുതലും അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നടക്കുന്നത് കൊണ്ട് നമുക്കിവിടെ അർദ്ധരാത്രിയിലും വെളുപ്പിനുമൊക്കെയാണ്. ഈ സീരീസിലെ ഏറ്റവും ഒടുവിൽ കളി നടന്നത് ഇന്ന് വെളുപ്പിനാണ്. ഇന്ത്യൻ സമയം ഏതാണ്ട് 8:30-8:45 കൂടിയാണ് കളി പൂർത്തിയായത്. ഇതോടുകൂടി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നു. ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് മെക്സിക്കോയെയാണ്. മെക്സിക്കോ ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇക്കുറി കളത്തിലിറങ്ങിയത്. മികച്ച പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മെക്സിക്കോയ്ക്ക് ഇംഗ്ലണ്ടിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കളിയുടെ തുടക്കത്തിൽ തന്നെ 2 ഗോൾ ഇംഗ്ലണ്ട് എടുക്കുന്നു, പിന്നാലെ മെക്സിക്കോ ഒരു ഗോൾ എടുക്കുന്നു. അങ്ങനെ 2-1 നിലയിൽ പാതി പിന്നിടുന്നു. പിന്നീട് ഇംഗ്ലണ്ട് 3ാമത്തെ ഗോൾ എടുക്കുന്നു. മെക്സിക്കോയ്ക്ക് ഗോൾ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 3-1 എന്ന നിലയിൽ ഇംഗ്ലണ്ട് ജയിച്ച് കയറുകയാണ്. ഇംഗ്ലണ്ടിന് പെനാൽറ്റി ഉണ്ടായിരുന്നു, 2 റെഡ് കാർഡ് കാട്ടി. അങ്ങനെ ഒരു ചങ്കിടിപ്പിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു. ക്വാർട്ടറിൽ 8 ടീമുകളാണുള്ളത്. ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇംഗ്ലണ്ടിന് മുമ്പ് ക്വാർട്ടറിൽ കടന്നത് ഫ്രാൻസും നോർവേയും മൊറോക്കോയുമാണ്. ഫ്രാൻസ് പരാജയ 1-0 തോൽപ്പിച്ചാണ് ക്വാർട്ടറിൽ കടന്നതെങ്കിൽ മൊറോക്കോ കാനഡയെ 3-0 തോൽപ്പിച്ച് കടന്നു. നോർവേ ബ്രസീലിനെ 2-1 നേരിട്ട് കടന്നു. ഇതോടുകൂടി ഫ്രാൻസ്, മൊറോക്കോ, നോർവേ, ഇംഗ്ലണ്ട് എന്നീ 4 രാജ്യങ്ങൾ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. ഇനി 4 രാജ്യങ്ങൾ കൂടി ക്വാർട്ടറിൽ എത്തുമ്പോൾ ക്വാർട്ടർ മാമാങ്കം ആരംഭിക്കും. ഇതിൽ മലയാളികൾ ഏറ്റവും അധികം നിരാശപ്പെട്ടു പോയത് ബ്രസീലിൻ്റെ പുറത്തേക്കുള്ള യാത്രയാണ്. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രിയിലായിരുന്നു ആ ദുരന്തം നടന്നത്. മെസ്സിയുടെ അർജന്റീനയ്ക്കും നെയ്മറുടെ ബ്രസീലിനുമാണ് കേരളത്തിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ളത്. അവർ പ്രീ ക്വാർട്ടറിൽ പുറത്തായിരിക്കുന്നു. നെയ്മർ ഒരു പെനാൽറ്റി ഗോൾ അടിച്ച് മാനം രക്ഷിച്ച് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. നെയ്മറുടെ അവസാനത്തെ ലോകകപ്പായിരുന്നു. ഒരുപക്ഷെ നെയ്മറുടെ അവസാനത്തെ പ്രധാനപ്പെട്ട കളിയുമാവും. പരിക്കിന്റെ പിടിയിൽപ്പെട്ട നെയ്മറെ ഇനി നമ്മൾ മറ്റൊരു കളിയിലും കാണില്ല. നെയ്മർ മാത്രമല്ല, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ക്ലാസിക് മത്സരത്തിൽ സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടുമ്പോൾ ഈ ലോകകപ്പോടുകൂടി താനും മത്സരം നിർത്തുന്നു എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെസ്സി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ 38-കാരനായ മെസ്സി ഇനി മറ്റൊരു ലോകകപ്പ് കളിക്ക് ഉണ്ടായേക്കില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാലം ലോകം ആഘോഷിക്കാൻ പോകുന്നത് ഫ്രാൻസിന്റെ എംബാപ്പയാവും. ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് കടന്നതും ക്യാപ്റ്റൻ എംബാപ്പയുടെ മികവിൽ തന്നെയായിരുന്നു. ഇന്നലെ എംബാപ്പെ ഒരു ഗോൾ നേടിയതോടെ ഈ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന 2 താരങ്ങളിൽ ഒരാളായി എംബാപ്പെ മാറി. 7 ഗോളുകൾ നേടിയ മെസ്സിയാണ് ഒരാൾ. അതേ 7 ഗോൾ നിലയിലേക്ക് എംബാപ്പയും എത്തിയിരിക്കുന്നു. ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന ആൾ 20 ഗോൾ നേടിയ മെസ്സി ആണെങ്കിൽ 19 ഗോളോടെ എംബാപ്പെ രണ്ടാമതെത്തിയിരിക്കുന്നു. അതായത് ഈ ലോകകപ്പിൽ തന്നെ ഭാഗ്യം അനുവദിച്ചാൽ എംബാപ്പെ മെസ്സിയെ മറികടന്നെന്ന് വരാം. ഇനി അല്ലെങ്കിലും സാരമില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും സൂപ്പർ ഹീറോയായി മാറാൻ ഇനി അധിക സമയം വേണ്ട. എംബാപ്പയ്ക്ക് 27 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോഴും കുറഞ്ഞത് 2 ലോകകപ്പിലെങ്കിലും എംബാപ്പെ ഇനിയും പെർഫോം ചെയ്യും എന്ന് തീർച്ചയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. 1982 മുതൽ 24 ടീമുകളായിരുന്നു ലോകകപ്പിൽ മത്സരിച്ചിരുന്നത്. അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു ഫുട്ബോളിലെ രാജാക്കന്മാർ. അതുകൊണ്ട് തന്നെ ഏഷ്യൻ, ആഫ്രിക്കൻ, വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി പൊളിച്ചെഴുത്തു നടത്തുന്നു. അങ്ങനെ 24 നിന്നും 32 ടീമുകളായി മാറുന്നു. അങ്ങനെ 1998 മുതൽ 32 ടീമുകളാകുന്നു. 2026 വരെ, അതായത് ഇപ്പോൾ നടക്കുന്ന ലോകകപ്പ് വരെ, കഴിഞ്ഞ ലോകകപ്പ് ഉൾപ്പെടെ 32 ടീമുകളായിരുന്നു മത്സരിച്ചിരുന്നത്. എന്നാൽ അതുണ്ടാക്കിയ നേട്ടം, ഈ 32 ടീമുകൾ വന്നതോടുകൂടി ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ലാറ്റിൻ അമേരിക്കയ്ക്കും ഒക്കെ പ്രാതിനിധ്യവും മികവും ഉണ്ടായി. അങ്ങനെ അവരിൽ പലരും പ്രീ ക്വാർട്ടറിൽ വരെ എത്തി. അതുകൊണ്ട് 48 ടീമുകൾ എന്ന നിർദ്ദേശം വന്നു. ഇതോടുകൂടിയാണ് ഇറാനും സൗദി അറേബ്യയും ഖത്തറും ജോർദാനും ഈജിപ്തുമൊക്കെ ഇക്കുറി ഇടം പിടിച്ചത്. എന്നാൽ 48 ടീമുകളെ കളിപ്പിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പറ്റാത്തത് കൊണ്ട് ഗ്രൂപ്പ് വിഭാഗത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി. 48 ടീമുകളെ 12 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഒരു ഗ്രൂപ്പിൽ 4 ടീമാണുള്ളത്. ഈ ഗ്രൂപ്പ് മാച്ചിൽ
മുമ്പിലെത്തുന്ന 2 ടീമുകൾ അടുത്ത ഗ്രൂപ്പിലേക്ക് കയറുകയാണ്. അങ്ങനെ 32 ടീമുകളിലേക്ക് വീണ്ടും എത്തുന്നു. അവിടെ മുതൽ നോക്കൗട്ടാണ്. എന്ന് വെച്ചാൽ ഒരു മത്സരത്തിൽ തോറ്റാൽ പുറത്തായി. ആ 32 ടീമിൽ നിന്നും 16 ടീമുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ 16 ടീമുകളാണ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ആ പ്രീ ക്വാർട്ടർ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രീ ക്വാർട്ടറിൽ തോൽക്കുന്നവർ പുറത്താകും. അങ്ങനെ 8 ടീമുകൾ ക്വാർട്ടറിലെത്തും. ഇപ്പോൾ പ്രീ ക്വാർട്ടർ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രീ ക്വാർട്ടറിലാണ് ബ്രസീലിനും മെക്സിക്കോയ്ക്കും ഒക്കെ കാലിടറിയത്. ആ പ്രീ ക്വാർട്ടറിൽ നിന്നാണ് ഈ 4 ടീമുകൾ, അതായത് ഫ്രാൻസ്, നോർവേ, മൊറോക്കോ, ഇംഗ്ലണ്ട്, ഈ 4 ടീമുകൾ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നത്. ക്വാർട്ടറിൽ 8 ടീമുകളായിരിക്കും. ഇനി അർജന്റീന അടക്കമുള്ള 8 ടീമുകൾ കൂടി മത്സരിക്കുകയാണ്. അവിടെ നിന്ന് 4 ടീമുകൾ കൂടി എത്തുമ്പോൾ ക്വാർട്ടർ മത്സരം തുടങ്ങും. ആ 8 ടീമുകളിൽ നിന്നും 4 ടീമുകൾ പുറത്താവും. ആ 4 പേർ സെമി ഫൈനലിലേക്ക് കടക്കും. ആ സെമി ഫൈനലിൽ തോറ്റുപോകുന്ന 2 ടീമുകൾ പുറത്താകുന്നു. പിന്നെ വരുന്ന 2 ടീമുകളായിരിക്കും ലോകകപ്പിന് വേണ്ടി ഫൈനൽ കളിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, അർജന്റീന നിലവിലുള്ള ചാമ്പ്യന്മാരാണ്. മെസ്സിയുടെ ടീമാണ്. ലോകം ആവേശത്തോടെ കാത്തു നിൽക്കുന്ന ടീമാണ്. പക്ഷെ അവർ ഈ പ്രീ ക്വാർട്ടറിൽ എത്തിയത് കഷ്ടിയാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ പ്രീ ക്വാർട്ടറിൽ അവരുടെ മത്സരം കടുത്തതായേക്കും എന്ന ആശങ്കയുണ്ട്. കാബോ വെർദ എന്ന് പേരുള്ള ഒരു കുഞ്ഞൻ ആഫ്രിക്കൻ രാജ്യം. ആകെ അവിടുത്തെ ജനസംഖ്യ 5 ലക്ഷം പേർ മാത്രമാണ്. ആ രാജ്യമാണ് അർജന്റീനയെ വെറുപ്പിച്ചത്. മെസ്സി ഒരു ഗോൾ എടുക്കുന്നു, പകരം കാബോ വെർദയുടെ കളിക്കാരനും ഗോൾ എടുക്കുന്നു. ഈ 2 രാജ്യങ്ങളും വീണ്ടും ഓരോ ഗോൾ വീതം എടുക്കുന്നു. കളി അവസാനിക്കുമ്പോൾ സമനിലയാണ്. എക്സ്ട്രാ ടൈമിൽ മാത്രമാണ് അർജന്റീന കടന്നുകൂടിയത്. കാബോ വെർദയുടെ സ്ട്രൈക്കർ സിഡ്നി ലോബസ് കബ്രാൾ എടുത്ത ഗോള് ലോക ഫുട്ബോൾ ചരിത്രത്തിലെ അപൂർവം ഗോളുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആ ഗോള് കണ്ട് അമ്പരന്ന് പോയി മെസ്സി പോലും. ഒരു കൊച്ചു രാജ്യമാണ് അർജന്റീനയെ വിറപ്പിച്ചതെന്ന് ഓർക്കണം. ലോകകപ്പ് ഫുട്ബോളിൽ ഇതുവരെ സംഭവിച്ച പ്രധാന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം പ്രേക്ഷകരുമായി ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നതാവും.